സ്റ്റുഡൻസ്, വെൽക്കം ടു ലേൺ വിത്ത് AR. ഇന്നത്തെ ക്ലാസ് നമ്മുടെ മോഡ്യൂൾ 1-ലെ അവസാനത്തെ ക്ലാസ് ആണ്. കുറച്ച് ടോപ്പിക്സ് കൂടെ അൾട്രാസോണിക് വേവ്സും അക്കോസ്റ്റിക്സ് ഓഫ് ബിൽഡിങ്ങും റിവർബറേഷനും എക്കോയും നോയ്സും അങ്ങനെ വളരെ ചെറിയ ടോപ്പിക്സുകൾ മാത്രം നമുക്ക് കുറച്ച് പെൻഡിങ് ഉണ്ടായിരുന്നു. ആ ഒരു ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്നത്തെ അവസാനത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിൽ നമുക്കറിയാം വേവ്സ് എന്താണ് നമ്മൾ പഠിച്ചതാണ്. ലോഞ്ചിറ്റ്യൂഡൽ വേവ്, ട്രാൻസ്വേഴ്സ് വേവ്, വേവിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു, അതിന്റെ റിലേഷൻ പഠിച്ചു, എന്താണ് സൂപ്പർ പൊസിഷൻ ഓഫ് വേവ് പഠിച്ചു, സൗണ്ട് വേവ് പഠിച്ചു, ലൈറ്റ് വേവ് പഠിച്ചു, വേവിന്റെ പ്രൊജക്ഷൻ ഒക്കെ പഠിച്ചതാണ് നമ്മൾ അല്ലേ. അപ്പൊ അതിനകത്ത് അവസാനമായിട്ടുള്ള ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇപ്പോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതാണ്? അൾട്രാസോണിക് വേവ്സ് പാർട്ട് ബിയിലൊക്കെ നമ്മുടെ 2022 ഏപ്രിലിലെ ക്വസ്റ്റ്യൻ പേപ്പറിലും 2023 ഏപ്രിലിലെ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ച റിപ്പീറ്റ് ആയിട്ട് വന്ന ചോദ്യമാണ് ഏത്? അൾട്രാസോണിക് വേവിന്റെ ആപ്ലിക്കേഷൻസ്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചോദിച്ചിട്ട് ഉണ്ട്. രണ്ടാമത്തെ പാർട്ടിൽ 3 മാർക്കിന് ആപ്ലിക്കേഷൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തവണയും നമുക്ക് ഈ ഒരു ടോപ്പിക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഏതാണ്? അൾട്രാസോണിക് വേവ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് അൾട്രാസോണിക് വേവ് എന്താണെന്ന് നോക്കാം. The frequency of sound between 20 Hz and 20 kHz is called audible frequency. നമ്മൾക്കറിയാം ഓഡിബിൾ എന്ന് പറഞ്ഞാൽ എന്താ? കേൾക്കാൻ കഴിയുന്ന എന്നൊക്കെയാണ് നമ്മൾ ഓഡിബിൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ആവൃത്തിയുടെ നിരക്ക് എന്ന് പറയുന്നത് 20 ഹെർട്സിനും 20,000 ഹെർട്സിനും അല്ലെങ്കിൽ 20 ഹെർട്സിനും 20 കിലോ ഹെർട്സിനും ഇടയ്ക്കുള്ള ശബ്ദമാണ് മനുഷ്യന് കേൾക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ ആണല്ലോ. അതില് സൗണ്ട്സ് ഓഫ് ഫ്രീക്വൻസി ബിലോ 20 ഹെർട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? ഇൻഫ്രാസോണിക് എന്ന് വിളിക്കും. എന്താണ് ഇൻഫ്രാസോണിക്? എന്താണ്? സൗണ്ട് ഓഫ് ഫ്രീക്വൻസി ബിലോ 20 ഹെർട്സ്. അതായത് 20നും 20 ഹെർട്സിനും 20 കിലോ ഹെർട്സിനും ഇടയ്ക്കുള്ളതേ മനുഷ്യന് കേൾക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഓഡിബിൾ ഫ്രീക്വൻസി ആണെന്ന് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതിൽ ഫ്രീക്വൻസി ബിലോ 20 ഹെർട്സിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ മക്കളെ? ഇൻഫ്രാസോണിക് വേവ് എന്ന് വിളിക്കും. ആ ഇൻഫ്രാസോണിക് വേവ് എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ളതാണ്? ഇൻഓഡിബിൾ ആണ്. ഇൻഓഡിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കേൾക്കാൻ സാധിക്കാത്തത്. ഓക്കെ ആണല്ലോ. അപ്പോ സൗണ്ട്സ് ഓഫ് ഫ്രീക്വൻസി എബോ 20 കിലോ ഹെർട്സ് അല്ലെങ്കിൽ 20,000 ഹെർട്സിൽ മുകളിലുള്ളതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താണ്? അൾട്രാസോണിക് വേവ് എന്ന് വിളിക്കും. എന്താണ്? എബോ 20 കിലോ ഹെർട്സ്, 20,000 ഹെർട്സിന് മുകളിലുള്ള സൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അൾട്രാസോണിക് വേവ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇൻഫ്രാസോണിക് എന്ന് പറഞ്ഞാൽ 20 കിലോ ഹെർട്സിൽ താഴെയുള്ളതും 20 കിലോ ഹെർട്സിൽ മുകളിലുള്ളതിനെ നമ്മൾ എന്ത് വിളിക്കും? അൾട്രാസോണിക് വേവ് എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? അപ്പൊ നോക്കിക്കേ, ഇതിന് വളരെയധികം ഫ്രീക്വൻസി കൂടുതലാണ്. നോക്കിക്കേ, 20 കിലോ ഹെർട്സിൽ മുകളിലുള്ളതിനല്ലേ നമ്മൾ അൾട്രാസോണിക് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് ഡ്യൂ ടു ഹൈ ഫ്രീക്വൻസി ഹ്യൂമൻ ഇയേഴ്സ് കനോട്ട് ഡിറ്റക്ട് അൾട്രാസോണിക് വേവ്സ് അല്ലേ. മനുഷ്യന് ഈ ഒരു എന്താണ് അൾട്രാസോണിക് വേവ് ഡിറ്റക്ട് ചെയ്യാനും കേൾക്കാനൊന്നും സാധിക്കത്തില്ല. എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് പറ്റാത്തത്? ഇത് ഹൈ ഫ്രീക്വൻസി ആയതുകൊണ്ടാണ്. വളരെയധികം കൂടിയ ആവൃത്തി ആയതിനാലാണ് എന്ത് കേൾക്കാൻ സാധിക്കാത്തത്? അൾട്രാസോണിക് വേവിന്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കാത്തത്. ഓക്കെ ആണ്. അപ്പൊ നോക്കിക്കേ, പക്ഷേ ആർക്ക് പറ്റും? ബാറ്റ്സിന് പറ്റും. ബാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വവ്വാൽ അല്ലേ. വവ്വാലിന് എന്ത് സാധിക്കും? അൾട്രാസോണിക് വേവുകൾ ഡിറ്റക്ട് ചെയ്യാനും പിന്നെ എന്ത് ചെയ്യാൻ വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുള്ള ഒരു മാമലാണ്, സസ്തനിയാണ് ഏത്? ബാറ്റ് അല്ലെങ്കിൽ വവ്വാൽ എന്ന് പറയുന്നത്. നമുക്കറിയാം വവ്വാല് രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുന്നത് ഏതിന്റെ സഹായത്തോടെ ആയിരിക്കും? ഈ ഒരു അൾട്രാസോണിക് വേവുകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് നേരെ ഏതാണ് ഒബ്സ്റ്റക്കിൾസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, തടസ്സം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര ദൂരത്തെ തടസ്സം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത് ഏത് വേവിന്റെ സഹായത്തോടെയാണ്? അൾട്രാസോണിക് വേവിന്റെ സഹായത്തോടെയാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ എന്താണ്? മനുഷ്യന് കേൾക്കാൻ പറ്റുന്ന ശബ്ദപരിധിയുടെ നിരക്ക് 20 മുതൽ 20,000 ഹെർട്സ് വരെയാണ്. അതിൽ കുറവുള്ളതിനെ നമ്മൾ ഇൻഓഡിബിൾ, ഇൻഫ്രാസോണിക് എന്ന് വിളിക്കും. അതിൽ 20 കിലോ ഹെർട്സിൽ മുകളിലുള്ളതിനെ നമ്മൾ എന്ത് വിളിക്കും? അൾട്രാസോണിക് വേവ് എന്ന് വിളിക്കും. അതും ഇൻഓഡിബിൾ ആണ്. ഓഡിബിൾ, ഇൻഓഡിബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഓഡിബിൾ എന്ന് പറഞ്ഞാൽ കേൾക്കാൻ സാധിക്കുന്നത്, ഇൻഓഡിബിൾ എന്ന് പറഞ്ഞാൽ കേൾക്കാൻ കഴിയാത്ത അല്ലെ. അത് മനുഷ്യന് കേൾക്കാൻ സാധിക്കില്ല, ഹൈ ഫ്രീക്വൻസി ആയതിനാൽ. ആർക്ക് പറ്റും? ബാറ്റ്, വവ്വാലിന് അത് സാധിക്കുന്നതുമാണ്. ഓക്കെ ആണല്ലോ. ഇതിന്റെ കൂടെ നമുക്ക് പഠിച്ചിരിക്കേണ്ട, വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചിരിക്കേണ്ട കുറച്ച് കാര്യമുണ്ട്. എന്താണ്? ആപ്ലിക്കേഷൻ എല്ലാ എക്സാമിനും ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ ആപ്ലിക്കേഷൻ നമ്മളോട് ചോദിക്കാറുണ്ട്. ഒന്നെങ്കിൽ അത് ലേസറിന്റെ ആവാം,
അല്ലെങ്കിൽ അത് ഒപ്റ്റിക്കൽ ഫൈബറിന്റെ ആവാം, അല്ലെങ്കിൽ അത് ഏതിന്റെ ആവാം, അൾട്രാസോണിക് വേവിന്റെ ആവാം. പാർട്ട് ബിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 3 പോയിന്റുകൾ മാത്രം നമ്മൾ എഴുതിയാൽ മതിയാവും. അതിന്റെ വിശദീകരണങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് അവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ അതിനകത്ത് ആപ്ലിക്കേഷൻസ് ഓഫ് അൾട്രാസോണിക് വേവ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്, സോണാർ എന്ന് പറയും. എന്താണ്? സൗണ്ട് നാവിഗേഷൻ ചെയ്തിട്ട് റേഞ്ച് ചെയ്യുന്ന കാര്യമാണ് ഇത് സോണാർ എന്ന് പറയുന്നത്. അല്ലെ, നമ്മള് ഈ വാർഫീൽഡിലും സബ്മറൈൻസിലൊക്കെ, അല്ലെ, സബ്മറൈൻ എന്ന് പറഞ്ഞാൽ അന്തർവാഹിനികളിലൊക്കെ ദൂരമൊക്കെ അളക്കാൻ വേണ്ടിയിട്ടും ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ഉപയോഗിക്കുന്നത് ആരാണ്? സോണാർ ആണ്. സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് ഒന്നാമത്തെ ആപ്ലിക്കേഷൻ. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എക്കോ ഡെപ്ത് സൗണ്ടിങ്. എക്കോ ഡെപ്ത് സൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ? ആഴം അറിയുന്നതിന് വേണ്ടി. ഡെപ്ത് എന്ന് പറഞ്ഞാൽ ആഴം, അല്ലെ, ശബ്ദത്തിന്റെ സഹായത്തോടെ ആഴം അളക്കുന്ന അല്ലെങ്കിൽ അറിയുന്നതിന് വേണ്ടി നമ്മൾ ആരെ ഉപയോഗിക്കാറുണ്ട്? അൾട്രാസോണിക് വേവുകൾ ഉപയോഗിക്കാറുണ്ട്, അല്ലെ. സബ്മറൈൻസ്, അന്തർവാഹിനികള്, പിന്നെ അണ്ടർ വാട്ടർ ഒബ്സ്ട്രക്ഷൻസ്. അണ്ടർ വാട്ടർ ഒബ്സ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കടലിനടിയിലൊക്കെയുള്ള ഒബ്സ്ട്രക്ഷൻസ്, തടസ്സങ്ങൾ, ഒബ്സ്റ്റക്കിൾസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സാധാരണ മനുഷ്യർക്ക് അത് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കത്തില്ല. അതിനുവേണ്ടി നമ്മൾ ഒരു ഉപകരണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് എങ്ങനെയാണ്, ആരുടെ സഹായത്തോടെയാണ് എന്നൊക്കെ ചോദിച്ചാൽ ഉത്തരം ഒന്നേ ഉള്ളൂ, അൾട്രാസോണിക് വേവുകളുടെ സഹായത്തോടെ ആയിരിക്കും. ക്ലിയർ ആണല്ലോ. മൂന്നാമത് എന്താ? സ്കാനിങ്. അൾട്രാസൗണ്ട് സ്കാനിങ് ഒക്കെ ചെയ്യുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെ. നമ്മൾ ഈ കുഞ്ഞുങ്ങളുടെ വളർച്ച, ഈ ശിശുക്കളുടെ വളർച്ച അറിയുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇന്ന മാസം പോയിട്ട് സ്കാൻ ചെയ്ത് നോക്കാൻ വേണ്ടി നമ്മൾ പറയാറുണ്ട്, അല്ലെ. ഇന്നർ ബോഡി, അകത്തുള്ള ശരീരത്തിന്റെ ഗ്രോത്ത്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ അകത്തുള്ള ഓരോ പാർട്സിന്റെ ഇമേജുകളൊക്കെ കാണിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട്, അല്ലെ, നമ്മൾ അൾട്രാസൗണ്ട് സ്കാനുകൾ ചെയ്യാറുണ്ട്, അല്ലെ. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, അല്ലെ. അപ്പൊ എന്താണ്? ഇമേജ് ഓഫ് പേഴ്സൺസ് ഇന്റേണൽ ബോഡി സ്ട്രക്ചർ, അല്ലെ. ഇന്റേണലി ഉണ്ടാകുന്ന ബോഡിയുടെ സ്ട്രക്ചർ അറിയുന്നതിന് വേണ്ടി നമ്മൾ സ്കാൻ ചെയ്ത് നോക്കും. ഏത് വേവുകളാണ് ഉപയോഗിക്കുന്നത്? അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിനെ, ഈ സ്കാനിങ് എന്ന് പറയുന്ന ഇതിനെ നമുക്ക് കോമൺ ആയിട്ട് ഏത് ഫീൽഡ് എന്ന് വിളിക്കാം? മെഡിക്കൽ ഫീൽഡ് എന്ന് തന്നെ വിളിക്കാം. മെഡിക്കൽ ഫീൽഡ്. ക്ലിയർ ആണല്ലോ മക്കളെ? മെഡിക്കൽ ഫീൽഡ് ആപ്ലിക്കേഷൻസ് ആണ്. പിന്നെ ലാസ്റ്റ് ഒന്നുകൂടെ വിളിക്കാം ഡിറ്റക്ഷൻ ഓഫ് ഫ്ലോസ് ഇൻ മെറ്റൽസ്, അല്ലെ. മെറ്റൽസിലെ ഫ്ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടി, മെറ്റൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ ഏത് ഫീൽഡ് എന്ന് വിളിക്കാം? മെക്കാനിക്കൽ ഫീൽഡ് എന്ന് വിളിക്കാം. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണേ. ലാസ്റ്റ് ഒന്നുകൂടെ വിളിക്കാം സോൾഡറിങ് ആൻഡ് മെറ്റൽ കട്ടിങ്, അല്ലെ. സോൾഡറിങ്ങിനൊക്കെ വേണ്ടിയിട്ടും മെറ്റൽ കട്ടിങ്ങിനൊക്കെ വേണ്ടിയിട്ടും മെക്കാനിക്കൽ ഫീൽഡിൽ ആരെ ഉപയോഗിക്കും? നമ്മൾ അൾട്രാസോണിക് വേവുകളെ ഉപയോഗിക്കും. പഠിച്ചു വെച്ചോണം, പാർട്ട് ബിയിൽ വരാനുള്ള സാധ്യതയുണ്ട്. അൾട്രാസോണിക് വേവുകൾ എന്താണെന്ന് ചോദിച്ചാൽ 3 മാർക്കിനൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എഴുതി വെക്കേണ്ടത് ഇതായിരിക്കും. ഓക്കെ ആണല്ലോ? അൾട്രാസോണിക് വേവുകൾ എന്താണെന്നും ആപ്ലിക്കേഷൻസ് എന്താണെന്നും നന്നായിട്ടൊന്ന് വായിച്ചു നോക്കിയിട്ട് പോവുകയാണെങ്കിൽ സുഖമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് കടക്കാം. അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ അക്വസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ്. അടുത്ത ടോപ്പിക്ക് അക്വസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ് എന്ന് പറയും. ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേം ആണ്. ഇനി ടേംസ് ആണ് ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്, കേട്ടോ. അക്വസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ്. അക്വസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ്, the branch of science which deals with the planning of a building or a hall intending to provide the best audible sound to the audience is called acoustics of building. ഒരു നമ്മുടെ സയൻസിന്റെ ഒരു ശാഖയാണെന്ന് പറയാം. നമ്മൾ എന്താണ്, ഒരു റൂമിലോ ഒരു ഹാളിലോ ഒരാള് ഒരു സ്പീക്കർ പറയുമ്പോൾ എന്താണ്, ഏറ്റവും ആദ്യം ഇരിക്കുന്ന ആൾക്കും ഏറ്റവും അവസാനം ഇരിക്കുന്ന ആൾക്കും കൃത്യമായിട്ട് കേൾക്കാൻ പറ്റുന്നതിന് വേണ്ടി ഒരു റൂമോ അല്ലെങ്കിൽ ഒരു ഹാളോ കൃത്യമായിട്ട് ഡിസൈൻ ചെയ്ത് പ്ലാൻ ചെയ്ത് നിർമ്മിക്കുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? അക്വസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ് എന്ന് പറയുന്നത്, അല്ലേ. അപ്പൊ നമ്മളിപ്പോ ഒരു റൂം പണിയുന്നു, അല്ലെങ്കിൽ ഒരു റൂമിൽ എന്തൊക്കെ കാണും? ഡെസ്ക് കാണും, ബെഞ്ച് കാണും, അല്ലെങ്കിൽ ഫാൻ കാണും, അല്ലെങ്കിൽ മിനുസമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാണും, അല്ലെങ്കിൽ ഒബ്സ്റ്റക്കിൾസ് ഇഷ്ടം പോലെ കാണും. ഒരാൾ പറയുമ്പോൾ, ഒരു കാര്യം പറയുമ്പം ആ ഒരു ഒബ്സ്റ്റക്കിളിലൊക്കെ തട്ടിയതിനു ശേഷം ബാക്കി ഉള്ള ഭാഗമാണ് ആര് കേൾക്കുന്നത്? ശ്രോതാവ്, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ആൾക്കാർ, ഓഡിയൻസ് കേൾക്കുന്നത്. അപ്പം ഓഡിയൻസിന് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? കാര്യങ്ങൾ വ്യക്തമായിട്ട് ബെസ്റ്റ് ആയിട്ടുള്ള ഓഡിബിൾ സൗണ്ട് കിട്ടണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഒരു റൂം പണിയുമ്പോൾ, അല്ലെങ്കിൽ ഹാള് പണിയുമ്പോൾ, ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കൃത്യമായിട്ട് എവിടെ ടൈല് ഒട്ടിക്കണം, എവിടെ കുഷൻ സീറ്റുകൾ വെക്കണം, എവിടെ ഓപ്പൺ വിൻഡോസ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പ്ലാൻ ചെയ്ത് നമ്മൾ ചെയ്യണം.
ഇല്ല എന്നുണ്ടെങ്കിലോ അവിടെ ഓവർലാപ്പിംഗ് വരും, എക്കോ വരും, കൃത്യമായിട്ട് കേൾക്കാൻ പറ്റാതെ വരും, നോയ്സ് വരും, ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള സൗണ്ടുകളൊക്കെ ആയിരിക്കും നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു ഡിസ്റ്റോർഷൻ ഉണ്ടാകാതെ, നോയ്സ് ഉണ്ടാകാതെ ഓഡിയൻസിന് കൃത്യമായിട്ട് കേൾക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്ലാനിങ് നടത്തണം. ബിൽഡിംഗ് പണിയുമ്പോൾ ആ ഒരു പ്ലാനിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? അക്കൂസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പം ദ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ പ്ലാനിങ് ഓഫ് എ ബിൽഡിംഗ് ഓർ എ ഹാൾ ഇന്റൻഡിങ് ടു പ്രൊവൈഡ് ബെസ്റ്റ് ഓഡിബിൾ സൗണ്ട് ടു ദ ഓഡിയൻസ്. ഓഡിയൻസിന് കൃത്യമായിട്ടുള്ള ബെസ്റ്റ് ഓഡിബിൾ സൗണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന പ്ലാനിങ്. ആര്, എവിടെ? ഒരു ഹാളോ അല്ലെങ്കിൽ ഒരു റൂമോ. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? അക്കൂസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. അല്ലേ? അപ്പൊ ഈ അക്കൂസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? കൃത്യമായിട്ട് പ്ലാനിങ് കൂടിയാണെന്ന് പറഞ്ഞല്ലേ. അവിടെ പ്ലാനിങ് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഓവർലാപ്പിംഗ് വരും, അല്ലെങ്കിൽ അവിടെ കൃത്യമായിട്ട് കേൾക്കാനൊക്കെ സാധിക്കാതെ വരുമല്ലോ. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഒരു ടേമാണ് ഏത്? റിവർബ്രേഷൻ. ഒരു ഫിനോമിനലാണ് റിവർബ്രേഷൻ എന്ന് പറയുന്നത്. എന്താണ് റിവർബ്രേഷൻ? നമുക്ക് നോക്കാം എന്താണെന്ന് കേട്ടോ. The prolongation of audible sound in a room or hall after the sound has ceased to emit sound is called reverberation. അതായത് നമ്മൾ പറഞ്ഞില്ലേ, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ എന്താണ്, അവിടെ ഒരു ഓവർലാപ്പിങ്ങോ കാര്യങ്ങളോ വല്ലതും വരുവാണെന്നുണ്ടെങ്കിൽ അത് അന്തരീക്ഷത്തിൽ നിലനിൽക്കാനുള്ള സാധ്യത ഉണ്ടല്ലോ. അപ്പൊ ഓവർലാപ്പിംഗ് വന്നാൽ എന്ത് ചെയ്യും? നമ്മൾ വീണ്ടും കേട്ടുകൊണ്ടേയിരിക്കും അല്ലെ? അല്ലെങ്കിൽ നോയ്സ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എക്കോ ആണെന്നുണ്ടെങ്കിൽ, അങ്ങനെയാണ് എങ്കിൽ എന്താണ്, കൃത്യമായിട്ട് നമുക്ക് ഓഡിയോ കേൾക്കാൻ വേണ്ടി സാധിക്കാതെ വരും അല്ലെ? അപ്പൊ ഈ ഒരു റിവർബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ എന്താണ്, നമ്മൾ കേട്ടതിന് ശേഷവും അന്തരീക്ഷത്തിൽ അത് എന്ത് ചെയ്യുന്നു? കുറച്ചു നേരത്തേക്ക് എന്ത് ചെയ്യും? നിലനിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? റീവർബ്രേഷൻ എന്ന് വിളിക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു? വീണ്ടും അത് നമ്മുടെ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ, അല്ലെങ്കിൽ അവിടെ വീണ്ടും നിലനിൽക്കുന്നു എന്നുണ്ടെങ്കിൽ, പ്രൊലോങ് ചെയ്യുന്ന എന്നുണ്ടെങ്കിൽ, കുറച്ച് നേരത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? റീവർബ്രേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? ദ പ്രൊലോങ്ങേഷൻ ഓഫ് ഓഡിബിൾ സൗണ്ട്, കേൾക്കുന്ന ശബ്ദം എന്ത് ചെയ്യുന്നു? കുറച്ച് നേരത്തേക്ക് കൂടി പ്രൊലോങ് ചെയ്യുന്നു. ഇനി റൂം ഓർ ഹാള്, റൂമിലോ ഹാളിലോ ഉള്ള കാര്യമാണ്, അല്ലാതെ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്തുള്ള കാര്യമല്ല റിവർബ്രേഷന്റെ പറയുന്നത്. എവിടെയാണ്? റൂമിലോ ഹാളിലോ അല്ലെ? ഈവൻ ആഫ്റ്റർ ദ സൗണ്ട് ഹാസ് സീസ്ഡ്, എന്താണ്? ഒറിജിനൽ സൗണ്ട് സീസ് ചെയ്തതിനു ശേഷവും റൂമിലോ ഹാളിലോ സൗണ്ട് കുറച്ച് നേരത്തേക്ക് കൂടി എന്ത് ചെയ്യുന്നു? നിലനിൽക്കുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? റിവർബ്രേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ റിവർബ്രേഷൻ ടൈം എന്ന് പറഞ്ഞാൽ എന്താ? റിവർബ്രേഷൻ ടൈം എന്ന് പറഞ്ഞാൽ ആ ഒരു സമയം, എത്ര സമയത്തേക്കാണ് റിവർബ്രേഷൻ നിലനിൽക്കുന്നത് എന്നുള്ള സമയത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? റിവർബ്രേഷൻ ടൈം. ക്ലിയർ ആണല്ലോ? ഇറ്റ് ഈസ് ദ ടൈം ഫോർ വിച്ച് the sound persists in a room or hall after the original sound is cut off. ഒറിജിനൽ സൗണ്ട് കട്ട് ഓഫ് ആയതിനു ശേഷവും എത്ര സമയത്തേക്ക് നിലനിൽക്കുന്നു എന്നുള്ളതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? റിവർബ്രേഷൻ ടൈം. ക്ലിയർ ആണല്ലോ? ചോദ്യങ്ങൾ വരാം, വളരെയധികം സാധ്യതയുള്ളൊരു സെക്ഷനാണ് ഈ റിവർബ്രേഷൻ ടൈം. ഹൗ ടു റെഡ്യൂസ് റിവർബ്രേഷൻ ടൈം എന്നുള്ള ഒരു ടോപ്പിക്സ് ഉണ്ട്. ഓക്കെ ആണല്ലോ? സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് ഫെമിലിയർ അല്ലാത്ത ടേംസ് ആണ് റിവർബ്രേഷൻ, അക്കൂസ്റ്റിക്സ്, റിവർബ്രേഷൻ ടൈം, റിവർബ്രേഷൻസ് എങ്ങനെയൊക്കെ കുറയ്ക്കാം എന്നുള്ള കാര്യമൊക്കെ. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്കറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഈ സിനിമാ തിയേറ്ററിലൊക്കെ പോയി കഴിയുമ്പോൾ തന്നെ കുഷ്യൻഡ് സീറ്റുകളും പരിപരുത്ത സർഫസുകളും അല്ലെങ്കിൽ ഫ്ലോറിൽ മാറ്റി വിരിക്കുന്നതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എവിടെയാണെങ്കിലും എന്തിനു വേണ്ടിയിട്ട് കൂടിയാണ്? എക്കോ ഉണ്ടാകാതിരിക്കാൻ, വീണ്ടും റിപ്പീറ്റഡ് റിഫ്ലക്ഷൻസ് ഉണ്ടായി നമ്മുടെ ചെവിയിൽ കേൾക്കാതൊക്കെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട്, എക്കോ ഉണ്ടാകാതൊക്കെ ഇരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടല്ലേ? അപ്പൊ സ്മൂത്ത് സർഫസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് നടക്കും? റിഫ്ലക്ഷൻ ഉണ്ടാവും. പോറസ് സർഫസ് ആണെന്നുണ്ടെങ്കിൽ എന്തായാലും സൗണ്ടിനെ ആഗിരണം ചെയ്യപ്പെടും അല്ലേ? അപ്പൊ നമ്മൾ കുഷ്യന്റെ സീറ്റിലൊക്കെ ഇരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അവിടെ റിഫ്ലക്ഷൻസ് ഒക്കെ ഉണ്ടാകാതൊക്കെ ഇരിക്കുന്നതിന് വേണ്ടി കൂടിയാണ് അവിടെ എന്ത് നടത്തുന്നത്, അല്ലെങ്കിൽ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്, കുഷ്യന്റെ സീറ്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ? അപ്പം റിവർബ്രേഷനെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് ചെറിയ 2 ടോപ്പിക്സ് മിച്ചമുള്ളൂ. ഒന്ന് റിവർബ്രേഷൻ ടൈം, എങ്ങനെ റെഡ്യൂസ് ചെയ്യാം എന്നുള്ള മെത്തേഡും, പിന്നെ എക്കോയും നോയ്സും. അതോടെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പൊ നമുക്ക് ടോപ്പിക്കിലോട്ട് തന്നെ പോകാം. നമ്മൾ റിവർബ്രേഷൻ എന്താണെന്ന് പറഞ്ഞായിരുന്നല്ലോ. റിവർബ്രേഷൻ ഉണ്ടാകുന്നതിന് കാരണങ്ങൾ എന്തൊക്കെയാ? ഈ ഓവർലാപ്പിംഗ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് റിഫ്ലക്ഷൻസ് ഓഫ് സൗണ്ട് എന്നൊക്കെ പറഞ്ഞായിരുന്നു അല്ലേ? അപ്പം
അത് നമുക്ക് മെത്തേഡ്സ് പല വഴികൾ വഴി നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, റിവർബറേഷൻ ടൈം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. മെത്തേഡ്സ് ടു കൺട്രോൾ റിവർബറേഷൻ ടൈം. നിങ്ങളോട് ചോദിച്ചേക്കാം, പാർട്ട് ബിയിൽ ചോദിച്ചേക്കാം വാട്ട് ആർ ദ മെത്തേഡ്സ് ടു റെഡ്യൂസ് റിവർബറേഷൻ ടൈം എന്ന് ചോദിച്ചാൽ പാർട്ട് ബിയിലാണ് 3 പോയിന്റുകൾ എഴുതി വെച്ചാൽ മതി. ആ പോയിന്റുകൾ എങ്ങനെ പഠിക്കണം? റിഫ്ലക്ഷൻസ് ഉണ്ടാകുന്ന അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ഓവർലാപ്പിംഗ് ഉണ്ടാകുന്ന, സൗണ്ട് ഓവർലാപ്പിംഗ് ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ റെഡ്യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക, അതിന് നേരെ വിപരീതം എഴുതുക എന്നുള്ളൂ അല്ലേ. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് റിവർബറേഷൻ ടൈം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനകത്ത് ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ബൈ പ്രൊവൈഡിങ് എ ഫ്യൂ ഓപ്പൺ വിൻഡോസ്. ഓപ്പൺ വിൻഡോസ്, തുറസായ വിൻഡോസ് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താണ് അൺവാണ്ടഡ് ആയിട്ടുള്ള ശബ്ദം എന്ത് ചെയ്തോളും, പുറത്തോട്ട് പൊക്കോളും. അല്ലാതെ എന്ത് ചെയ്യത്തില്ല, തട്ടിയിട്ട് നേരെ തിരിച്ചു വരത്തില്ല. അപ്പൊ അവിടെ ഓവർലാപ്പിംഗ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, റിവർബറേഷൻ കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. ഒന്നാമത്തെ മെത്തേഡ് ഏതാണ്? ബൈ പ്രൊവൈഡിങ് എ ഫ്യൂ ഓപ്പൺ വിൻഡോസ്. ഒന്നാമത്. രണ്ടാമത് എന്താ? ബൈ കവറിംഗ് ദ വോൾസ് വിത്ത് അബ്സോർബന്റ് മെറ്റീരിയൽസ്. നമ്മൾ പറയുന്ന ഒരു കാര്യം നേരെ ഓഡിയൻസിലോട്ട് എത്തുകയല്ല ചെയ്യുന്നത് അല്ലെ. ഭിത്തിയിലൊക്കെ തട്ടുന്നുണ്ടല്ലോ, വാൾസിൽ ഭിത്തിയിലൊക്കെ തട്ടുന്നുണ്ട്. അപ്പം സ്മൂത്ത് സർഫസ് ആണെന്നല്ലോ, അവിടെ എന്താ റിഫ്ലക്ഷൻസ് നടക്കും. അപ്പൊ അവിടെ അബ്സോർബന്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, കവർ ചെയ്യാൻ വേണ്ടി സാധിക്കും. വാൾസിനെ കവർ ചെയ്താൽ എന്ത് നടക്കും, അവിടെ എന്തിന് സാധിക്കും, അവിടെ റിവർബറേഷൻ ടൈം കുറയ്ക്കാൻ വേണ്ടി സാധിക്കും അല്ലെ. എക്സാമ്പിൾസ് കാർഡ്ബോർഡോ അല്ലെങ്കിൽ കർട്ടനുകളോ, കാർപ്പറ്റ്, ഫ്ലോറിലൊക്കെ കാർപ്പറ്റ് ഒക്കെ വിരിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പൊ അത് എന്തിനു വേണ്ടിയിട്ടാണ്? റിവർബറേഷൻ ടൈം കുറയ്ക്കുന്നതിനൊക്കെ വേണ്ടി ആണ്. മൂന്നാമത്തെ മെത്തേഡ് എന്താ? ബൈ പ്രൊവൈഡിങ് റഫ് ആൻഡ് ഡെക്കറേറ്റീവ് മെറ്റീരിയൽസ്. റഫ് ആയിട്ടുള്ള പരിവരുത്ത മെറ്റീരിയൽസും ഡെക്കറേറ്റീവ് മെറ്റീരിയൽസ് ഭിത്തിയിലും സീലിംഗിലും ഒക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ റിഫ്ലക്ഷൻസ് വളരെയധികം കുറയും. ഓക്കെ. അടുത്ത എന്താണ്? കുഷൻഡ് സീറ്റുകൾ. നമ്മളിപ്പം സിനിമ തിയേറ്ററിലെ കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. കുഷൻഡ് സീറ്റുകൾ നമ്മൾ എന്തിനാണ് വെക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു. ഈ എന്താണ് നമ്മുടെ കംഫർട്ടിന് വേണ്ടി കൂടി മാത്രമല്ല, എന്തിനു വേണ്ടി കൂടിയാണ്, ഈ ഒരു സൗണ്ടിനെ എന്ത് ചെയ്യുന്നതിന് വേണ്ടി കൂടി, അബ്സോർബ് ചെയ്യുന്നതിന് വേണ്ടി കൂടിയാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം, കുഷൻഡ് സീറ്റുകൾ വെക്കുന്ന കാര്യം നമ്മൾ പറയാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഇതിനകത്ത് 4 ഉണ്ട്, അതിനകത്ത് 3 പഠിച്ചിട്ട് വെക്കുക മക്കളെ. പാർട്ട് ബിയിൽ നിങ്ങൾക്ക് ചോദിച്ചിരിക്കും, അല്ലെങ്കിൽ പാർട്ട് സിയിൽ ഒരു 3 മാർക്കിനെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ടോപ്പിക്കാണ്, അല്ലെങ്കിൽ കിട്ടുന്ന മനസ്സിലാക്കി എഴുതേണ്ട ഒരു കാര്യമാണ് ഇത്, റിവർബറേഷൻ ടൈം റെഡ്യൂസ് ചെയ്യുന്ന മെത്തേഡുകൾ. ഒന്ന് ഏതാണ്? ഒന്ന് ഓപ്പൺ വിൻഡോസ് വെക്കാം, പിന്നെ എന്താണ് കാർപ്പറ്റ് വിരിക്കാം, പിന്നെ റഫ് സർഫസ് ഉണ്ടാക്കാം, പിന്നെ കുഷൻഡ് സീറ്റുകൾ വെക്കാം. മനസ്സിലായല്ലോ? റിവർബറേഷൻ, അക്കോസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ്, റിവർബറേഷൻ ടൈം റെഡ്യൂസ് ചെയ്യുന്ന മെത്തേഡുകൾ. ക്ലിയർ ആണ്? ലാസ്റ്റ് 2 ചെറിയ ടോപ്പിക്കുകളേ ഉള്ളൂ, ചുമ്മാ ഒന്ന് പറഞ്ഞു പോയാൽ മതി. എന്താണ് എക്കോ എന്നും എന്താണ് നോയ്സ് എന്നും. എക്കോ എന്താണെന്നൊക്കെ അറിയാമല്ലോ. ഇറ്റ് ഈസ് ദ ടൈം ഇന്റർവൽ ബിറ്റ്വീൻ ഇൻസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് ആൻഡ് ദ ഒറിജിനൽ സൗണ്ട് ആൻഡ് ദ റിഫ്ലക്റ്റഡ് സൗണ്ട് ഫ്രം ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് ഗ്രേറ്റർ ദാൻ 1/10 സമയത്തിനേക്കാട്ടിൽ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് നടക്കും, റിപ്പീറ്റഡ് ആയിട്ട് പറയുന്ന കാര്യവും റിഫ്ലക്റ്റഡ് സൗണ്ടും എന്ത് ചെയ്തുകൊണ്ടിരിക്കും, വീണ്ടും കേട്ടോണ്ടിരിക്കും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, എക്കോ എന്ന് വിളിക്കും. എന്താണ് എക്കോ? ടൈം ഇന്റർവൽ എത്രയാണ്? 1/10 എന്ന് പറയുന്ന ടൈം ഇന്റർവെലിൽ പറയുന്ന കാര്യവും അവിടുന്ന് തിരിച്ച് ഉള്ളതും എത്രയാണ്, വീണ്ടും കേട്ടോണ്ടിരിക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, എക്കോ. എന്ത് വിളിക്കും? എക്കോ എന്ന് വിളിക്കും. ക്ലിയർ ആണല്ലോ? ലാസ്റ്റ് ആരാണെന്ന് ഒന്ന് വായിച്ചു നോക്കിയിട്ട് വേണം, നന്നായിട്ടൊന്ന് വായിച്ചു നോക്കിയിട്ട് പോകണം. തിയറിയാണിത്, പ്രോബ്ലം കാര്യമൊന്നും ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. തിയറി ആയതുകൊണ്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് പോയിട്ട് കാര്യമുള്ളൂ. ലാസ്റ്റ് ആരാണ്? നോയ്സ്. നോയ്സ് എന്ന് പറഞ്ഞാൽ ശല്യം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, സൗണ്ടിൽ ഉണ്ടാകുന്ന നോയ്സ് അല്ലെ. അപ്പൊ എന്ത് പറയാം, ഒരു അൺഡിസൈഡ് സൗണ്ട് ആണ്. ഡിസൈഡ് അല്ലാത്ത, ഇഷ്ടമില്ലാത്ത അൺഡിസൈഡ് സൗണ്ട് ഈസ് നോൺ ആസ് എന്ത്, നോയ്സ്. ക്ലിയർ ആണല്ലോ? ഒന്ന് വായിച്ചു നോക്കിയിട്ടൊക്കെ പോയാൽ മതി, സുഖമായിട്ട് കിട്ടും. ഈ ഒരു കാര്യം ഏതാണ്, റിവർബറേഷൻ എന്താണെന്നും റിവർബറേഷൻ ടൈം റെഡ്യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് കൃത്യമായിട്ട് നോക്കിയിട്ട് പോക്കോ, മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിന്റെ കൂടെ ഏതോടെ പഠിക്കുക, അൾട്രാസോണിക് വേവ് എന്താണെന്നും ആപ്ലിക്കേഷൻ എന്താണെന്നും കൂടെ പഠിച്ചിട്ട് പോവാം. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ലാസ്റ്റ് ക്ലാസ് ആണെന്ന് പറഞ്ഞു, ഏതിന്റെ മോഡ്യൂൾ 1 അവസാനത്തെ ക്ലാസ്. നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടമാകുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഉടനെ നമുക്ക് എക്സാമുകളൊക്കെ ഉള്ളതുകൊണ്ട് ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ അതിന്റെ PDF ഞാൻ നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരാം. അത് കൃത്യമായിട്ട് നിങ്ങൾ യൂസ് ചെയ്താൽ 2 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്ത് എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതി ഞാൻ നിങ്ങൾക്ക് PDF ആയിട്ട് അവൈലബിൾ ആക്കി തരാം. അത് നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യുക. മെയ് 8 നടക്കുന്ന എക്സാം നന്നായിട്ട് എഴുതാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റണം.
ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഒന്നെങ്കിൽ നമുക്ക് ഫോർത്ത് മോഡ്യൂളിലെ ടോപ്പിക്സോ അല്ലെങ്കിൽ നമുക്ക് ഏതോ ഡിസ്കസ് ചെയ്യാം. നമുക്ക് പ്രീവിയസ് ഇയർ 2022 ക്വസ്റ്റ്യൻ പേപ്പറും 2023 ക്വസ്റ്റ്യൻ പേപ്പറും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.